ബന്ധുക്കളും അയൽവാസികളും ഒന്നിച്ചൊരു കുടുംബം പോലെ ജീവിച്ചിരുന്ന മനോഹരമായ ഒരു കാലഘട്ടം പലരും ഓർക്കുന്നുണ്ടാകും. ഒരു പായിൽ കിടന്നും ഒരു പാത്രത്തിലുണ്ടും കൂടപ്പിറപ്പുകളെ പോലെ കഴിഞ്ഞിരുന്ന ആ നല്ല നാളുകൾ ഇന്ന് ഓർമ്മകൾ മാത്രമാണ്. ഇപ്പോൾ ബന്ധുക്കളെയും അയൽവാസികളെയും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ. പെൺമക്കൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് മേൽ മാതാപിതാക്കളുടെ അതീവ ശ്രദ്ധയും കരുതലും ഇല്ലെങ്കിൽ ഒരുപക്ഷെ നാളെ കണ്ണീര് കുടിക്കേണ്ടി വന്നേക്കാം. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ജീവനൊടുക്കിയത് അയൽവാസിയായ 29കാരനുമായുള്ള പ്രണയം വീട്ടുകാർ എതിർത്തതിൻ്റെ മനോവിഷമത്തിലാണ്. അതിലും നടുക്കമുണ്ടാക്കുന്ന വാർത്തയാണ് ഈ പകൽ കാസർഗോഡ് നിന്നും കേട്ടത്. കാസർഗോഡ് പൈവിളികയിൽ 15 വയസ്സുകാരിയെയും 42കാരനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പല ദുരൂഹതകളുമുണ്ട്. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കാസർഗോഡ് പൈവിളികയിൽ അച്ഛനും അമ്മയും 13ഉം 15 വയസ്സ് പ്രായമുള്ള 2 മക്കളും അടങ്ങിയ സന്തുഷ്ട കുടുംബം. ഇവരുടെ വീട്ടിലെ നിത്യസന്ദർശകനായിരുന്നു അയൽവാസിയായ പ്രദീപ്, അച്ഛൻ്റെ അടുത്ത സുഹൃത്ത്. കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുന്നതിനും വീട്ടിലെ ആവശ്യങ്ങൾക്കുമെല്ലാം ഇവർ ആശ്രയിച്ചിരുന്നത് ഓട്ടോ ഡ്രൈവറായ പ്രദീപിനെയാണ്. ചെറുപ്പം മുതൽ എടുത്തു വളർത്തിയ പെൺകുട്ടികൾ വളർന്നു വലുതായതോടെ പ്രദീപിൻ്റെ സ്വഭാവത്തിലും മാറ്റം വന്നിരിക്കണം. പൈവിളികയിൽ കഴിഞ്ഞ ദിവസം കാണാതായ 15 വയസ്സുകാരിയെ തേടിയുള്ള അന്വേഷണത്തിലാണ് ആ ഞെട്ടിപ്പിക്കുന്ന വിവരം എല്ലാവരും അറിയുന്നത്. 42കാരനായ പ്രദീപിനെയും 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെയും വീടിന് സമീപത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. എന്തായിരിക്കാം കൂട്ട ആത്മഹത്യക്കുള്ള കാരണം? ഇരുവരും തമ്മിൽ അരുതാത്തതായി എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ? ഈ ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് പോലീസും നാട്ടുകാരും. പൈവിളിക മണ്ടേക്കാപ്പിൽ കാണാതായ 10ാം ക്ലാസ്സുകാരിയുടെയും ഓട്ടോ ഡ്രൈവറായ യുവാവിന്റെയും മൃതദേഹങ്ങൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് കണ്ടെത്തിയത്. വീടിന് 200 മീറ്റർ മാറി മൈതാനത്തോട് ചേർന്നുള്ള കാടിനുള്ളിൽ മരക്കൊമ്പിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. ഒരേ മരത്തിലാണ് ഇരുവരെയും പ്ലാസ്റ്റിക് കയറിൽ തൂങ്ങിയ നിലയിൽ കണ്ടത്. 2 മൊബൈൽ ഫോണുകളും ഒരു കത്തിയും സ്ഥലത്ത് കണ്ടെത്തി. പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയെ ഫെബ്രുവരി 11-നാണ് കാണാതായത്. അതേ ദിവസം തന്നെ ഇവരുടെ കുടുംബ സുഹൃത്തായ 42കാരൻ പ്രദീപിനെയും കാണാതായിരുന്നു. പെൺകുട്ടിയെ കാണാതായ സംഭവത്തിൽ അന്നു തന്നെ മാതാവ് കുമ്പള പോലീസിൽ പരാതി നൽകി. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയത് മണ്ടേക്കാപ്പിലാണെന്ന് കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്ത് ഡ്രോൺ ഉപയോഗിച്ചും പോലീസ് നായയെ ഉപയോഗിച്ചും തെരച്ചിൽ നടത്തിയെങ്കിലും തുമ്പൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പെൺകുട്ടിയെ കണ്ടെത്താത്തതിനെ തുടർന്ന് മാതാപിതാക്കൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജിയും ഫയൽ ചെയ്തു. ഇതോടെ പെൺകുട്ടിയുടെയും യുവാവിന്റെയും തിരോധാനം വലിയ വാർത്തയായി. തിരോധാനം അറിഞ്ഞിട്ടും പോലീസ് കൃത്യമായി ഇടപെട്ടിട്ടില്ലെന്ന് സ്ഥലം MLA AKM അഷ്റഫ് കുറ്റപ്പെടുത്തി. 42കാരനായ തൊട്ടടുത്തുള്ള അവരെ വീടുമായി സമ്പർക്കമുള്ള ഒരു ചെറുപ്പക്കാരന് 15കാരി മിസ്സായ സ്ഥിതിക്ക് നമുക്കുണ്ട് എവിടെയെങ്കിലും ഇവരുണ്ടാകും. അവരെ കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു ധാരണയിലായിരുന്നു. 26 ദിവസത്തിന് ശേഷം വീടിന്റെ തൊട്ടടുത്ത് ഈ രീതിയിൽ സങ്കടകരമായി ഇതിന്റെ ഒരു പര്യവസാനം കേൾക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. സത്യത്തിനും പോലീസിനൊക്കെ ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നു. സംഭവം ഏറെ വിവാദമായതോടെയാണ് നാട്ടുകാരുടെ സഹായത്തോടെ ഇരുവരുടെയും വീടിന് സമീപത്തെ ഏക്കറുകളോളം പരന്നു കിടക്കുന്ന അക്വേഷ്യ കാടിനകത്ത് തെരച്ചിൽ നടത്താൻ പോലീസ് തീരുമാനിച്ചത്. പോലീസും നാട്ടുകാരും സംയുക്തമായി പ്രദേശത്ത് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. തൂങ്ങാൻ ഉപയോഗിച്ച പ്ലാസ്റ്റിക് കയർ മുറിക്കുന്നതിന് ഉപയോഗിച്ച കത്തിയാണ് സ്ഥലത്ത് കാണപ്പെട്ടതെന്ന് സംശയിക്കുന്നു. കാണാതായ ദിവസം പെൺകുട്ടി ധരിച്ചിരുന്ന അതേ വസ്ത്രം തന്നെയാണ് മൃതദേഹത്തിലും ഉണ്ടായിരുന്നത്. ഓട്ടോ ഡ്രൈവറായ പ്രദീപ് പെൺകുട്ടിയുടെ വീട്ടിലെ നിത്യസന്ദർശകനായിരുന്നുവെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. പലപ്പോഴും പെൺകുട്ടിയെ സ്കൂളിലെത്തിച്ചിരുന്നത് പ്രദീപായിരുന്നു. ഫെബ്രുവരി 11-ന് രാത്രി വീടിനകത്ത് ഉറങ്ങാൻ കിടന്ന കുട്ടിയെയാണ് കാണാതായത്. 12-ന് രാവിലെയാണ് ഇക്കാര്യം വീട്ടുകാർ അറിഞ്ഞത്. വീടിന്റെ പിൻഭാഗത്തെ വാതിൽ തുറന്നു വെച്ച നിലയിലായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുള്ളൂ എന്ന് പോലീസ് പറഞ്ഞു. പെൺകുട്ടിയുടെ വീടുമായി നല്ല ബന്ധമുള്ള ആളാണ് പ്രദീപ്.
ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്ന് പറയുന്നു. എന്നാൽ വിവാഹത്തിന് വീട്ടുകാർ അനുകൂല തീരുമാനം കൈക്കൊള്ളില്ലെന്ന സംശയമാകാം ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് കരുതുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. കാമുകനെ ജീവന് തുല്യം സ്നേഹിച്ച വെഞ്ഞാറമൂട്ടിലെ ഫർസാന എല്ലാവർക്കും ഒരു നൊമ്പരമാണ്. അഫാൻ അവൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നു. വീട്ടുകാരറിയാതെ തൻ്റെ മാല പണയം വയ്ക്കാൻ നൽകിയതും അവൻ്റെ സ്വഭാവ വൈകല്യങ്ങൾ അറിഞ്ഞിട്ടും ചേർത്ത് നിർത്തിയതുമെല്ലാം അവളുടെ നല്ല മനസ്സ്. എന്നാൽ തന്നെയും അഫാൻ ചതിക്കുകയായിരുന്നുവെന്ന് കൊല്ലപ്പെടും വരെയും അവൾ അറിഞ്ഞില്ല. പണയം വയ്ക്കാൻ വാങ്ങിയ സ്വർണം തിരിച്ചു ചോദിച്ചതിലുള്ള വൈരാഗ്യത്തിലാണ് ഫർസാനയെ കൊലപ്പെടുത്തിയതെന്നാണ് പ്രതിയുടെ മൊഴി. ഉമ്മയ്ക്ക് അസുഖം കൂടുതലാണെന്ന് കള്ളം പറഞ്ഞാണ് അഫാൻ കാമുകിയെ വീട്ടിലെത്തിച്ചത്. അഫാന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ട് വെഞ്ഞാറമൂട് പോലീസ് നാളെ കോടതിയിൽ അപേക്ഷ നൽകിയേക്കും. ക്യാൻസർ രോഗിയായ അമ്മയ്ക്ക് അസുഖം കൂടുതലാണെന്നും ഫർസാനയെ കാണണമെന്ന് പറഞ്ഞെന്നും സംഭവ ദിവസം അഫാൻ യുവതിയെ അറിയിച്ചു. ഇത് വിശ്വസിച്ചാണ് ഫർസാന അഫാനൊപ്പം വീട്ടിലെത്തിയത്. നടന്നുവന്ന ഫർസാനയെ ബൈക്കിൽ കാത്തുനിന്ന അഫാൻ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. പൂട്ടിയ ഗേറ്റ് തുറക്കാൻ നോക്കിയപ്പോൾ കയ്യിലെ താക്കോൽ നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കി. തുടർന്ന് മതിലിന് ഉയരം കുറഞ്ഞ ഭാഗത്തുകൂടി ചാടിക്കടന്നാണ് ഇരുവരും അകത്തു കടന്നതെന്നും അഫാൻ പോലീസിനോട് പറഞ്ഞു. പണയം വയ്ക്കാൻ നൽകിയ സ്വർണ്ണമാല തിരികെ ചോദിച്ച് സമ്മർദ്ദത്തിലാക്കിയ ഫർസാനയോട് വൈരാഗ്യം തോന്നിയിരുന്നു. സ്വന്തം വീട്ടുകാർ അറിഞ്ഞപ്പോഴാണ് ഫർസാന മാല തിരികെ ചോദിച്ചത്. പിതാവിന്റെ കാർ ആറ്റിങ്ങലിലെ പണമിടപാട് സ്ഥാപനത്തിൽ പണയം വെച്ചാണ് മാല തിരിച്ചെടുത്തു കൊടുത്തതെന്നും അഫാൻ പറഞ്ഞു. 3 പേരെ കൊലപ്പെടുത്തിയ വിവരം അഫാൻ പറഞ്ഞറിഞ്ഞ ഫർസാന കസേരയിലിരുന്ന് കരയുമ്പോഴാണ് തലക്കടിച്ചു കൊന്നത്. ഇതിനിടെ കുഴിമന്തി വാങ്ങി തിരികെ എത്തിയ സഹോദരനെ ഹാളിൽ കൂട്ടിക്കൊണ്ടുവന്ന് കൊലപാതക വിവരങ്ങൾ ധരിപ്പിച്ച ശേഷമാണ് തലക്കടിച്ചു കൊന്നതെന്നും അഫാൻ ചോദ്യം ചെയ്യലിൽ പറഞ്ഞു. അടികൊണ്ട് തറയിൽ വീണ അനുജൻ പിടഞ്ഞു മരിക്കുന്നത് കണ്ട് നിയന്ത്രണം നഷ്ടമായി. തുടർന്നാണ് രക്തമെല്ലാം കഴുകി വസ്ത്രം മാറിയ ശേഷം മദ്യത്തിൽ എലിവിഷം ചേർത്ത് കഴിക്കുകയും ഓട്ടോറിക്ഷയിൽ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയും ചെയ്തത്. അമ്മയെ തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ച ശേഷം മുറി പൂട്ടിയ അഫാൻ താക്കോൽ ശുചിമുറിയിലെ ഫ്ലഷ് ടാങ്കിൽ ഉപേക്ഷിച്ചതായി പോലീസ് കണ്ടെത്തി. പേരുമലയിലെ വീട്ടിൽ നടത്തിയ തെളിവെടുപ്പിൽ താക്കോൽ കണ്ടെടുത്തിരുന്നു. കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതി വീണ്ടും റിമാൻഡിലാണ്. അഫാന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ട് വെഞ്ഞാറമൂട് പോലീസും കോടതിയിൽ അപേക്ഷ നൽകും. ന്യൂസ് 18 വെഞ്ഞാറമൂട്. ഏറ്റുമാനൂരിൽ വീട്ടമ്മയുടെയും പെൺമക്കളുടെയും കൂട്ട ആത്മഹത്യക്ക് ഭർത്താവ് മാത്രമാണോ കാരണക്കാരൻ? പൊതുവെ കേരളത്തിലെ ചില ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ പെൺമക്കളെ സ്ത്രീധനം നൽകി വിവാഹം കഴിപ്പിച്ചയക്കും. പിന്നെ അവളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഭർത്താവ് മാത്രമാണ് ഉത്തരവാദി എന്നാണ് വെപ്പ്. ഇവിടെ ഷൈനിക്ക് പിതാവും സഹോദരങ്ങളുമുണ്ട്. ഭർത്താവിൽ നിന്ന് ക്രൂരപീഡനം ഏറ്റുവാങ്ങിയപ്പോൾ ഷൈനിയുടെ കുടുംബം എന്തുകൊണ്ടാണ് ഇടപെടാതിരുന്നത്? അവളുടെ സാമ്പത്തിക ബാധ്യത തീർക്കാനും സഹായിക്കാനും ആരും ഉണ്ടായില്ല. കേസിൽ ഷൈനിയുടെ കുടുംബത്തിൻ്റെയും പങ്ക് അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ട്. ഭർത്താവ് പണം നൽകാത്തതിനാൽ കടുത്ത സാമ്പത്തിക ബാധ്യതയുള്ളതായി ഷൈനി കുടുംബശ്രീ യൂണിറ്റ് പ്രസിഡന്റിനോട് പറഞ്ഞതായ വിവരവും പുറത്തു വന്നിട്ടുണ്ട്. മരണത്തിനു മുമ്പ് കുടുംബശ്രീ യൂണിറ്റ് പ്രസിഡന്റുമായി ഷൈനി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതായി പറയുന്നത്. ഭർത്താവ് പണം തരാത്തതിനാൽ കുടുംബശ്രീയിൽ നിന്നെടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ വഴിയില്ലെന്ന് ഷൈനി സംഭാഷണത്തിൽ വ്യക്തമാക്കുന്നു. സ്വന്തം ആവശ്യത്തിന് എടുത്ത വായ്പയായിരുന്നില്ല. വിവാഹമോചന കേസിൽ തീരുമാനമായ ശേഷമേ നോബി പണം തരൂവെന്നും ഷൈനി പറയുന്നുണ്ട്. 1,26,000 രൂപയാണ് ഷൈനി കുടുംബശ്രീ യൂണിറ്റിൽ തിരിച്ചടയ്ക്കാനുള്ളത്. ഷൈനിയും 2 പെൺമക്കളും റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ ഭർത്താവ് നോബിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതേസമയം നോബി മാത്രമല്ല ആത്മഹത്യയിലേക്ക് ഷൈനിയെ തള്ളിവിട്ടതെന്നാണ് ഉയരുന്ന ആരോപണം. നോബിയുടെ ശാരീരിക പീഡനങ്ങൾ ഉൾപ്പെടെ തുടർച്ചയായി സഹിച്ചിട്ടും ജോലി കണ്ടെത്തി ജീവിതത്തിലേക്ക് മടങ്ങിയെത്താനായിരുന്നു ഷൈനി ശ്രമിച്ചിരുന്നത്. കുട്ടികളെ ഹോസ്റ്റലിലാക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഏർപ്പെടുത്തിയ ദിവസം രാത്രിയാണ് ആത്മഹത്യ ചെയ്തത്.
ഇതിന് കാരണക്കാരൻ നോബി മാത്രമല്ല എന്നാണ് ആരോപണം. വളരെ സമാധാനപരമായിട്ട് ഒരു ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കണ്ട ഷൈനി പെട്ടെന്ന് ഒരു ആത്മഹത്യയിലേക്ക് പോകണമെങ്കിൽ ആ കുടുംബത്തും ഒരു പ്രശ്നം ഉണ്ടായിരിക്കണം. ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് ജോലി കളയുന്നതിന് പിതാവ് ഒരു കാരണമായി എന്നുള്ളത് തീർച്ചയായിട്ടും ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാന വിഷയമാണ്. അതുപോലെ സ്വന്തം കുടുംബത്തിൽ നിന്നും ആ സ്ത്രീക്ക് നീതി ലഭിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തൻ്റെ കുഞ്ഞുങ്ങളെയുമായിട്ട് സ്വസ്ഥമായിട്ട് ആ വീട്ടിൽ നിൽക്കുന്നതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളില്ലായിരുന്നു. പ്രധാനമായിട്ടും ആ വീട്ടിൽ നിന്ന് മാറി കുഞ്ഞുങ്ങളെ ഹോസ്റ്റലിൽ നിർത്താനുള്ള തീരുമാനവുമായിട്ട് ചെന്ന ഷൈനിക്ക് ആ വീട്ടിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേകം അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യയിൽ ജ്ഞാനായ സഭയ്ക്കുള്ളിലും പ്രതിഷേധം ശക്തമായി. ആത്മഹത്യയ്ക്ക് മുൻപോ ശേഷമോ സഭാ നേതൃത്വം വേണ്ടവിധത്തിൽ ഇടപെട്ടില്ല എന്നാണ് ആരോപണം. സഭയിൽ ഉന്നത സ്വാധീനമുള്ള നോബിയുടെ ജ്യേഷ്ഠനും വൈദികനുമായ ബോബിക്കെതിരെ നടപടി വേണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. ഷൈനി ഭർതൃഗൃഹത്തിൽ നിന്ന് പോരാൻ കാരണം ഈ വൈദികനാണെന്നാണ് ആരോപണം. അദ്ദേഹം ഒരു ഇടവ വികാരി എന്നതിനപ്പുറത്തേക്ക് ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. കോട്ടയം രൂപതയിലെ വലിയ കാസുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈകല്യത്തെ സംബന്ധിച്ച് ഒരുപാട് പേർക്കുള്ള സംശയങ്ങളുണ്ട്. ആ സ്വഭാവ വൈകല്യത്തിലുണ്ടായ ഒരു പോരായ്മയായിരിക്കാം ഒരുപക്ഷെ ഷൈനിയെ കുടുംബത്തിലേക്ക് നയിച്ചതെന്നുള്ള സംശയിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹം ഈ അടുത്ത 3-4 മാസങ്ങൾ മാത്രമായിട്ടുള്ളൂ ഓസ്ട്രേലിയയിലേക്ക് മറ്റു രൂപതയ്ക്ക് വേണ്ടി ലത്തീൻ രൂപതയ്ക്ക് വേണ്ടി സേവനം ചെയ്യാൻ പോയിട്ടുള്ളൂ. അതിൽ പോലും സംശയമുണ്ട്. ഷൈനിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ച് കൂടുതൽ തെളിവ് ശേഖരിക്കാൻ ശ്രമിക്കുകയാണ് പോലീസ്. പിതാവ് കുര്യാക്കോസ്, നോബിയുടെ സഹോദരനായ ബോബി എന്നിവരെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയേക്കും. ന്യൂസ് 18 കോട്ടയം. കേരളത്തിലെ പല വീടുകളിലെയും സന്തോഷവും സമാധാനവും തകർത്തതിനും സമൂഹത്തിലെ സ്വൈര്യജീവിതം നശിപ്പിച്ചതിനും പ്രധാന കാരണം ലഹരിയാണ്. നമ്മുടെ പുതിയ തലമുറയെ ലക്ഷ്യമിട്ട് സംസ്ഥാനത്തേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ലഹരി ഇവിടേക്ക് ഒഴുകുകയാണ്. കേരളത്തിലേക്ക് ലഹരി എത്തുന്ന പ്രധാന വഴികളിലൊന്ന് തായ്ലാൻഡ് എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലായത്. ടൂർ പാക്കേജിൻ്റെ മറവിൽ തായ്ലാൻഡിൽ നിന്നും കേരളത്തിലേക്ക് ലഹരി കടത്തുന്നതായി വെളിപ്പെടുത്തൽ. ലഹരി കടത്തിൻ്റെ പുതിയ രീതിയെക്കുറിച്ചും മാഫിയ സംഘങ്ങളും ടൂറിസ്റ്റ് ഏജന്റുമാരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും തുറന്നു പറയുന്നത് ഒരു ലഹരിക്കടത്ത് കേസ് പ്രതിയാണ്. തായ്ലാൻഡിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിയ കേസിൽ പിടിക്കപ്പെട്ട് ജയിലിലായ തിരുവനന്തപുരം സ്വദേശി വൈശാഖ് കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത്. വൈശാഖാണ് ഇപ്പോൾ ന്യൂസ് 18 ചേരുന്നത്. നമസ്കാരം. ഈ വൈശാഖ് കഴിഞ്ഞ ഒക്ടോബറിലാണ് കഞ്ചാവുമായി അല്ലേ, ഹൈബ്രിഡ് കഞ്ചാവുമായി കസ്റ്റംസിന്റെ പിടിയിലാവുന്നത്. അതിനുശേഷം 45 ദിവസത്തോളം ജയിലിലായിരുന്നു. ആരാണ് ഇതിന് പിന്നിൽ വൈശാഖിനെ ഈ ഡ്രഗ് എത്തിച്ചു തന്നത്? ഈ ലഹരി മാഫിയുമായി വൈശാഖിന് ബന്ധമുണ്ടോ? ഞങ്ങളെല്ലാവരുടെ ഒരു പരസ്യത്തിന്റെ ആഡ് ഉണ്ട്, അങ്ങനെ വിളിച്ചാണ് പോയത്. ഫ്രീ വിസ അങ്ങനത്തെ രീതി വന്നപ്പോൾ കൊച്ചിയിൽ നിന്നുള്ള ഏജൻസി ആണോ? ആ കൊച്ചിയിലുള്ള വ്യക്തി. പുള്ളി കൊച്ചിക്കാരനൊന്നുമല്ല. അവിടെ പോയിട്ട് അപ്പോഴൊരു 9ാമത്തെ ദിവസമൊക്കെ ആയപ്പോൾ പറഞ്ഞ് നിങ്ങളുടെ ജോലിയുടെ വിസ കറക്റ്റായിട്ടില്ല, നിങ്ങൾ തിരിച്ചു പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറച്ച് റൈസായി ഷൗട്ട് ചെയ്തൊക്കെ സംസാരിച്ച് അവരെടുത്ത്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല, ഞങ്ങളവിടെ പെട്ടുപോയി. പുറത്തിറങ്ങിയാൽ തന്നെ എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ കയ്യിൽ കാശുമില്ല, ഒന്നുമില്ല. ഇവർ ഫുഡ് കാര്യങ്ങളെല്ലാം ഓർഡർ ചെയ്ത് തരും. ഇവർ പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിൽ നിങ്ങൾ താമസിക്കും. ഒരു ദിവസം പെട്ടെന്ന് വിളിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് തിരിച്ചു പോകണ്ടല്ല, ഞങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, ക്ഷമിക്കണം. അവിടെ തിരിച്ചെത്തുമ്പോഴത്തേക്ക് എയർപോർട്ടിൽ തന്നെ നിങ്ങൾക്കുള്ള കോമ്പൻസേഷനും ഞങ്ങളുടെ ആൾക്കാർ നിങ്ങൾ വിളിക്കാൻ വന്നോളും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾക്ക് തിരിച്ചു പോകുമ്പോഴത്തേക്ക് എന്തായാലും വെറും കൈയോടെ വീട്ടിൽ പോകണ്ട, ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്കുള്ള ഒരു ട്രാവലിംഗ് ബാഗ് വെട്ടി താഴെ വന്നോളും എന്ന് പറഞ്ഞു. ഇതിനൊരു നമ്പരും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചെന്ന് എയർപോർട്ടിൽ നിൽക്കുകയാണ്. ഇവർ വിളിച്ചു വിട്ട ഒരു ടാക്സിയിൽ ഞങ്ങൾ എയർപോർട്ടിൽ ചെന്ന് നിൽക്കുകയാണ്. നിന്നപ്പോഴാണ് അടുത്തൊരു ടാക്സിയിൽ ബാഗ് മാത്രമായിട്ട് വരണം. അവിടെ അങ്ങനെ പറ്റും. ഇവിടെ നെടുമ്പാശ്ശേരി എത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾ സാധാരണ വരും പോലെ ഞാൻ വന്നു. കസ്റ്റംസുകാരുടെ ചെക്കിങ് ബാഗേജിലോട്ട് ബാഗ് വെച്ച് അവനും വെച്ച്, അവൻ എൻ്റെ ഫ്രണ്ടിൽ നിൽക്കും, ഞാൻ ബാക്കിൽ നിൽക്കും. അവൻ വെച്ച് ചെക്കിങ് കഴിഞ്ഞ് അവൻ പോയി. ഇത് ഞാൻ വെച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇതിനകത്ത് എന്തോ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് തുറക്കാൻ പറഞ്ഞു. അത് തുറക്കാൻ വേണ്ടി ഞാൻ ആ നമ്പർ 1818 ആണ് നമ്പർ അടിക്കുന്നത്. നമ്പർ വർക്കാവത്തില്ല. വീണ്ടും ഞാൻ നമ്പർ മാറിയെന്ന് വിചാരിച്ച് വിളിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഇവരെ വിളിക്കേണ്ട കോൺടാക്റ്റ് ഇല്ല. അവർ പറഞ്ഞ് വെളിയിൽ ഇറങ്ങിയാൽ മതി. ഇവിടെ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പർ അങ്ങനെ കാര്യങ്ങളിലാണ് ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്നത്. വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്നിട്ട് അപ്പോൾ ഇങ്ങനെ ഓരോന്ന് തുറന്ന്
ബാഗേജ് അവർ പൊട്ടിച്ച് പ്ലെയറിട്ട് പൊട്ടിച്ച് നോക്കുമ്പോഴാണ് ഫുള്ള് ചോക്ലേറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. ചോക്ലേറ്റ്, കോൺഫ്ലെക്സ്, പിന്നെ ലേസ് പോലത്തെ സംഭവം, ബിസ്ക്കറ്റ്, അങ്ങനെ കുറേ കുക്കീസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഓരോന്നായിട്ട് എടുത്ത് ചെക്കിങ്ങിലിട്ടപ്പോൾ വീണ്ടും സ്കാനറിൽ 2 കോൺഫ്ലെക്സിൻ്റെ 2-3 പാക്കറ്റ് നോക്കിയപ്പോഴും എന്തോ ഗ്രീൻ കളർ അടിച്ചു. അവർ എന്താണ് അതിൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അറിയില്ല, വേറെ തായ്ലാൻഡിൽ നിന്ന് വരെയാണ്. അത് എന്തിനാണ് പോയത്? ടൂറിസമാണ്. ഞാൻ പറഞ്ഞല്ല, ജോലിയുടെ ആവശ്യമായിട്ടാണ് പോയത്. അവർ പൊട്ടിച്ച് നോക്കി ഇങ്ങനെ കാര്യം. കഞ്ചാവാണ്, ഹൈബ്രിഡ്. അത് അവരാണ് പറഞ്ഞത്, എനിക്കറിയില്ല ഹൈബ്രിഡ് കഞ്ചാവ്. ആരാണ് ഈ ബാഗിൽ ഈ കഞ്ചാവ് നിങ്ങൾക്ക് തന്നു വിട്ടത്? ഇതവിടെ തായ്ലാൻഡിൽ ഇപ്പോൾ ഒരുപാട് മലയാളികളുണ്ട്, ഒരുപാട് പേരുണ്ട്. ഇതൊരു വലിയ നെറ്റ്വർക്ക് സ്വാഭാവികമായി ഉണ്ടായിരിക്കും. ഈ കൊച്ചിയിൽ നിന്നും നിങ്ങളെ കൊണ്ടുപോയ ഏജൻസി, ഈ ഏജൻസിക്ക് അങ്ങനെയാണെങ്കിൽ ഈ ലഹരി കേസിൽ ബന്ധമുണ്ടോ? ബന്ധമില്ലാതെ അവർ കൊണ്ടുപോകില്ലല്ലോ ഞങ്ങളെ. നിങ്ങളെ കൊണ്ടുപോയത് ലഹരി കടത്താൻ വേണ്ടി ആയിരിക്കും. കാരണം എന്നെ മാത്രമല്ല, ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെ പബ്ലിക്കിൽ വന്നു നിൽക്കുന്നു, ഇതേപോലെ വരാതെ ഒരുപാട് വ്യക്തികളുണ്ട്, ഒരുപാട് പേരെ ഇപ്പോൾ പിടിച്ചിട്ടുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം എങ്ങനെയാണ്. ഇതെല്ലാം ഈ തായ്ലാൻഡിൽ നിന്ന് എത്തിച്ചവരാണ്. എല്ലാം തായ്ലാൻഡാണ്. ഈ തായ്ലാൻഡിലാണോ ഈ ലഹരിയുടെ ഈ പറയുന്ന? കാരണം തായ്ലാൻഡ് ലീഗലാണ്. തായ്ലാൻഡ് ലീഗലാണ്. നിങ്ങൾ കൂടാതെ വേറെയും യുവാക്കൾ ഉണ്ടായിരുന്നു, മലയാളികൾ? ആ ഹോട്ടലിൽ വേറെ കബളിപ്പിക്കപ്പെട്ടെത്തിയവര് ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളവിടെ ഈ റൂമിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഞങ്ങൾക്ക് 5 ദിവസമായിരുന്നു അവിടുത്തെ റൂം ഉണ്ടായിരുന്നു. എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോയപ്പോൾ ഇവർ വന്നായിരുന്നു, രണ്ട് മലയാളികൾ സ്കൂട്ടറിൽ വന്നായിരുന്നു. ഇവർ ടൂർ പാക്കേജ് നടത്തുന്നുണ്ട്. അതായത് ഇവിടെ നിന്ന് ടൂർ പാക്കേജ് നടത്തിയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് അവരെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യിപ്പിച്ച് കൊടുത്തു വിടുന്നുണ്ട്. ടൂർ പാക്കേജിന്റെ മറവിലും ലഹരി കടത്തുന്നുണ്ട്. നിങ്ങളെ ഈ വിസ തട്ടിപ്പ്, യഥാർത്ഥത്തിൽ നമുക്ക് വിസ ആയിരുന്നു, വിസ തട്ടിപ്പ്. അതായത് ജോലിയുടെ ഇതിൽ ഫ്രീ വിസ എന്നുള്ള 1 രൂപ പോലും ഞങ്ങൾ മുടക്കണ്ട എന്നൊക്കെ പറയും. എനിക്ക് എല്ലായിടത്തും പറയാനുള്ളത്, അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കൊണ്ടുപോകണം, ഒന്ന് സൂക്ഷിച്ചു പോകണം. അപ്പൊ ഈ വൈശാഖ് പിടിയിലായ കഞ്ചാവ് കേസ്, ആ കഞ്ചാവ് കേസിൽ വൈശാഖ് മാത്രമാണോ? അതിന്റെ കൂടുതൽ അന്വേഷണം ഉണ്ടായില്ല? കൂടുതൽ അല്ലാണ്ട് പുറത്തൊക്കെ നല്ല അന്വേഷണം വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വൈശാഖിന് ഈ ലഹരി കഞ്ചാവ് തന്നുവിട്ടവരിലേക്ക് അന്വേഷണം എത്തിയില്ല, ഇവിടുത്തെ ഈ ഏജൻസിയിലേക്ക് അന്വേഷണം എത്തിയില്ല? കാരണം കൂടുതൽ തെളിവുകളൊന്നും ഇല്ലായിരുന്നു. അല്ല, ഈ ഏജൻസിയെ കുറിച്ച് വിവരങ്ങൾ പറഞ്ഞില്ലായിരുന്നു? അവരെ ചോദ്യം ഏജൻസി ആയിട്ടല്ലായിരുന്നു. എനിക്കൊരു നമ്പർ, ഒരു കോണ്ടാക്ട് നമ്പർ വന്ന് ഇവിടെ നിന്ന് കൊച്ചിയിലുള്ള ഡയറക്റ്റ് ആയിട്ട് ബന്ധമില്ല, കൊച്ചിയിലുള്ള ഒരാളുടെ നമ്പർ വന്ന്, അങ്ങനെയാണ് ഞാൻ കോണ്ടാക്ട് ചെയ്ത് പോണത്. അതോടൊപ്പം ഈ ലഹരി കേസിൽ പിടിക്കപ്പെട്ടതിന്റെ ഒരു നാണക്കേട് ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ഇന്നും. കുടുംബങ്ങൾ, വൈശാഖിന്റെ കുടുംബങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഒരുപാട്. എനിക്ക് എന്റെ അമ്മ, അനിയത്തി, ഞാൻ, അച്ഛൻ മരിച്ചു പോയിട്ട് 4 വർഷമാണ്. ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. എന്റെ പേരിൽ ഇന്നേ ഒരു കേസ് പോലും ഇല്ല. ഞാൻ ഹെവി ഡ്രൈവറാണ്, വണ്ടി ഓടിക്കുന്നത്, വലിയ വണ്ടി, നാഷണൽ പെർമിറ്റ്. ഇപ്പോഴും ഞാൻ ജോലി എടുത്ത് തന്നെ ജീവിക്കുന്നത്. ലഹരി കേസിൽ പിടിക്കപ്പെട്ട് പുറത്തിറങ്ങി, ജയിലിൽ നിന്ന് പുറത്തിറങ്ങി, ജാമ്യം കിട്ടി. അതിനുശേഷം ഏതെങ്കിലും ലഹരി സംഘങ്ങളെ വൈശാഖിനെ സമീപിച്ചിട്ടുണ്ടോ ഈ ലഹരി ഇടപാടുകൾക്ക് വേണ്ടി? അല്ലാണ്ടൊക്കെ വിളിച്ചിട്ടൊക്കെ ഇട്ട് എങ്ങനെ കൊണ്ടുവരണേ. അതായത് കേരളത്തിൽ അപ്പോഴത്തേക്ക് ഇത് ഭയങ്കര ഫേമസ് ആയി വന്നു, ഹൈബ്രിഡ്. അത് നോർമൽ കഞ്ചാവല്ല, പുറത്തുനിന്ന് പറഞ്ഞ കഞ്ചാവായതുകൊണ്ട് അതിന് ഭയങ്കര. അപ്പോൾ എന്നെ ഇടയ്ക്ക് അല്ലാണ്ടൊക്കെ അറിയാമെന്നുള്ളവരെ വിളിച്ചിട്ട് ഞാൻ തൊഴുതു പറഞ്ഞു, എന്നെ ഇതിന് വിളിക്കില്ല. കാരണം ഒന്നാമത് കേസിന് ജാമ്യം കിട്ടി. ഞാനിപ്പോൾ എൻ്റെ നിരപരാധിത്വം തെളിയിക്കാനാണ് നോക്കണേ. എനിക്ക് കൂടുതൽ ഇതിലോട്ട് പോകണമെന്നില്ല. എനിക്ക് വേണമെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്ത്, പലരെയും കോണ്ടാക്ട് ചെയ്ത് എനിക്കിത് വേണേൽ വർദ്ധിപ്പിച്ച് എനിക്ക് വേറെ രീതിയിലുണ്ട്. പക്ഷെ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കണമെങ്കിൽ ഞാൻ എൻ്റെ നിരപരാധിത്വം പറയാൻ വേണ്ടിയിട്ടാണ്. ഇതോടൊപ്പം കേരളത്തിൽ വലിയൊരു ശൃംഖല തന്നെ ലഹരിക്കടത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് വൈശാഖിൻ്റെ അനുഭവങ്ങളിലൂടെ വിവരിക്കുന്നത്, വ്യക്തമാക്കുന്നത്. മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ നിന്നും, അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും വലിയ തോതിൽ സിന്തറ്റിക് ഡ്രഗുകളടക്കം കേരളത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. ഈ കടത്തുന്നവരെ, ലഹരി എത്തിക്കുന്നവരെ മാത്രമാണ് പോലീസും എക്സൈസും പിടികൂടുന്നത്. അതിൻ്റെ പ്രധാന കണ്ണികളിലേക്ക്, ഈ ലഹരി മാഫിയയിലേക്ക് പലപ്പോഴും അന്വേഷണം എത്താറുമില്ല. അവരിലേക്കാണ് പോലീസിൻ്റെയും നമ്മുടെ ഭരണകൂടത്തിൻ്റെയും അന്വേഷണം എത്തേണ്ടത്. ഈ നാട്ടിലെ ഒരു തലമുറയെ വഴിപിഴപ്പിച്ച ഒട്ടേറെ സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ആവേശം സൃഷ്ടിച്ച ഭീകരത ക്യാമ്പസുകളിൽ ഇപ്പോഴും അലയടിക്കുന്നു.
ആ സിനിമ പോലെ തന്നെ അതിലെ അണിയറ പ്രവർത്തകരും ഈ നാടിനെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായത് ആവേശം സിനിമയുടെ മേക്കപ്പ് മാനാണ്. RG വയനാടൻ എന്ന രഞ്ജിത്ത് ഗോപിനാഥനാണ് പിടിയിലായത്. ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന കഞ്ചാവും കഞ്ചാവിൻ്റെ വിത്തും തണ്ടും കണ്ടെത്തി. പുതിയ സിനിമയായ അട്ടഹാസത്തിൻ്റെ ലൊക്കേഷനിലേക്ക് പോകുന്ന വഴിയാണ് എക്സൈസ് കഞ്ചാവ് പിടിച്ചെടുത്തത്. എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് പരിശോധനയുടെ ഭാഗമായി മൂലമറ്റം എക്സൈസ് സംഘം വാഗമൺ റോഡിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് RG വയനാടൻ എന്ന രഞ്ജിത്ത് ഗോപിനാഥൻ പിടിയിലായത്. ഇയാളുടെ വാഹനത്തിൽ നിന്നും വീര്യമേറിയ 45 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെടുത്തു. വാഗമണ്ണിൽ അട്ടഹാസം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോവുകയായിരുന്നു രഞ്ജിത്ത്. സിനിമാ സെറ്റ് കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗം നടക്കുന്നുവെന്ന രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. മൂലമറ്റം എക്സൈസ് ഇൻസ്പെക്ടർ K അഭിലാഷും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത്. ഇന്ന് 10:09 കാഞ്ഞാർ വാഗമൺ റോഡിലുള്ള എല്ലിക്കൽ വെച്ച് നമ്മളൊരു യൂബർ ടാക്സി വരുന്നത് കാണുകയും നമ്മളതിന് കൈ നീട്ടി തടഞ്ഞു നിർത്തിയതിൽ അതിൽ ഇപ്പോഴത്തെ ഏറ്റവും പ്രശസ്ത മേക്കപ്പ്മാനായ RG വയനാട് വിളിക്കുന്ന രഞ്ജിത്ത് ഗോപിനാഥ് അതിൻ്റെ അതിരിക്കുന്നത് കണ്ടു. അയാളുടെ കയ്യിൽ നിന്ന് വരെ നമുക്ക് ഏറ്റവും വീര്യം കൂടിയ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട 45 ഗ്രാമോളം കഞ്ചാവ് നമ്മൾ അതിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇയാളിൽ നിന്ന് നമുക്ക് വേറെ കഞ്ചാവ് അടിക്കാനുള്ള OCV പേപ്പർ, അതായത് അതിൻ്റെ സ്റ്റാൻഡേർഡ് OCV പേപ്പറുകൾ നമുക്ക് വളരെ കൂടുതൽ ഇത് തന്നെ ഒരു 3 പായ്ക്ക് ഏകദേശം ഒരു 100-100ഓളം OCV പേപ്പറുകൾ നമുക്ക് ഇയാളിൽ നിന്ന് കണ്ടുകിട്ടിയിട്ടുണ്ട്. പിടിച്ചെടുത്ത കഞ്ചാവ് 45 ഗ്രാമം ഉള്ളത്. അത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ടതായതുകൊണ്ട് തന്നെ ഇത് സാധാരണ കഞ്ചാവ് പോലെയല്ല, വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ആവശ്യമുള്ളൂ ഇത് ഉപയോഗിക്കാൻ. ഈ ആവശ്യം വരുന്നുള്ളൂ, അത്ര വീര്യമുള്ളതാണ്. ആവേശം, പൈങ്കിളി, സൂക്ഷ്മദർശിനി, രോമാഞ്ചം, ജാനേമൻ തുടങ്ങി നിരവധി സിനിമകളിൽ രഞ്ജിത്ത് മേക്കപ്പ് മാനായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇയാളുടെ കൊച്ചിയിലെ വീട്ടിലും എക്സൈസ് പരിശോധന നടത്തി. വീട്ടിൽ ലഹരി ഉപയോഗിച്ചതിന്റെ ലക്ഷണമുണ്ടെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇവിടെ നിന്നും കഞ്ചാവിന്റെ വിത്തും തണ്ടും കണ്ടെത്തി. കൊച്ചി പനമ്പള്ളി നഗറിലെ RG മേക്കപ്പ് സ്റ്റുഡിയോയിലും എക്സൈസ് പരിശോധന നടത്തി. ഇടുക്കി ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് താമരശ്ശേരിയിൽ MDMA പാക്കറ്റുകൾ വിഴുങ്ങി യുവാവ് മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മരിച്ച ഷാനിദിന്റെ വയറ്റിനുള്ളിൽ നിന്ന് കണ്ടെത്തിയ പാക്കറ്റുകളിൽ MDMA മാത്രമായിരുന്നില്ല. 3 പൊതികളിലൊന്ന് കഞ്ചാവ് എന്നാണ് സൂചന. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. കേസ് പേരാമ്പ്ര DYSP അന്വേഷിക്കും. ഷാനിദുമായി അടുപ്പമുള്ളവരുടെ മൊഴിയെടുക്കാനും നീക്കം തുടങ്ങിയിട്ടുണ്ട്. ഗൾഫിലെ ജോലി ഉപേക്ഷിച്ച് 4 വർഷം മുൻപ് നാട്ടിലെത്തിയ ശേഷമാണ് താമരശ്ശേരി മൈക്കാവ് സ്വദേശി ഷാനിദ മയക്കുമരുന്നിലേക്ക് തിരിഞ്ഞത്. ആദ്യം ലഹരി ഉപയോഗിച്ച് തുടങ്ങിയ ഷാനിദ പിന്നീട് ലഹരി വിൽപ്പനയും തുടങ്ങി. ഇയാൾ ലഹരിക്ക് അടിമയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. താമരശ്ശേരി ചുരത്തിലെ ചിപ്പിലിത്തോട്ടിൽ വാഹന പരിശോധന നടത്തി മടങ്ങി വരുമ്പോഴാണ് അമ്പായത്തോട് വെച്ച ഷാനിദിനെ പോലീസ് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടത്. ഉടനെ കയ്യിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് കവറുകൾ വിഴുങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും പോലീസ് പിടികൂടി. വിഴുങ്ങിയത് കഞ്ചാവാണെന്നാണ് പോലീസിനോടും താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരോടും ഷാനിദ് പറഞ്ഞത്. MDMA ആണ് വയറ്റിലുള്ളത് എന്ന സംശയത്തെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ എൻഡോസ്കോപ്പി നടത്തി. അതിൽ മുകൾ വശം മുട്ടിക്കാവുന്ന പ്ലാസ്റ്റിക് കവറുകളിൽ ലഹരി വസ്തുക്കൾ വിഴുങ്ങിയതായി തെളിഞ്ഞു. തുടർന്ന് വെള്ളിയാഴ്ച വൈകിട്ട് തന്നെ കേസെടുത്തു. പെട്ടെന്ന് ശസ്ത്രക്രിയ നടത്തണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചെങ്കിലും ഷാനിദ സമ്മതപത്രം ഒപ്പിട്ട് നൽകാൻ തയ്യാറായില്ല. പിന്നീട് ബന്ധുക്കളും നിയമവിദഗ്ധരുമായി ആലോചിച്ച് ശസ്ത്രക്രിയയിൽ തീരുമാനമെടുക്കാൻ ഇരിക്കവെയാണ് മരണം സംഭവിച്ചത്. രാവിലെ 11:18 മരണം സ്ഥിരീകരിച്ചത്. ഷാനിദിന്റെ പേരിൽ താമരശ്ശേരി, കോടഞ്ചേരി സ്റ്റേഷനുകളിൽ ലഹരി കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. 28-കാരനായ ഇയാളുടെ വീട് കോടഞ്ചേരി പഞ്ചായത്തിലെ മൈക്കാവ് കരിമ്പാലക്കുന്നിലാണെങ്കിലും അമ്പായത്തോട്ടിൽ ബന്ധുവിന്റെ വീട്ടിൽ താമസിച്ചാണ് ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് 18 കോഴിക്കോട്.
കർണാടകയിലെ ഹംപിയിൽ ഇസ്രായേലി വനിതയെയും ഹോം സ്റ്റേ ഉടമയായ യുവതിയെയും കൂട്ടബലാത്സംഗം ചെയ്ത കേസ് രാജ്യത്തെ ഒന്നാകെ നടുക്കിയതാണ്. കേസിൽ മൂന്നാമത്തെ പ്രതിക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ഗംഗാവതി സ്വദേശിയായ നിർമ്മാണ തൊഴിലാളിയാണ് കേസിലെ മൂന്നാം പ്രതി. ഇയാളെ സംബന്ധിച്ച് നിർണായക വിവരങ്ങളും CCTV ദൃശ്യങ്ങളും ലഭിച്ചെന്ന് കോപ്പൽ പോലീസ് അറിയിച്ചു. 2 യുവതികളെ കൂട്ടബലാത്സംഗം ചെയ്തതായും കൂടെയുള്ളവരെ ആക്രമിച്ചതായും പിടിയിലായ 2 പ്രതികളും പോലീസിനോട് സമ്മതിച്ചു. ഗംഗാവതി സ്വദേശിയായ നിർമ്മാണ തൊഴിലാളിയാണ് കേസിലെ മൂന്നാം പ്രതിയെന്നാണ് കണ്ടെത്തൽ. സംഭവത്തിൽ അറസ്റ്റിലായ കർണാടക ഗംഗാവതി സ്വദേശികളായ ചേതൻ സായ്, ഹാൻഡി മല്ലേഷ് എന്നിവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. സംഭവം നടന്ന സനാപൂർ തടാകത്തിന് സമീപമുള്ള ദുർഗമ്മ ക്ഷേത്രത്തിന് മുന്നിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പോലീസിന് നിർണായക തെളിവുകൾ കിട്ടിയത്. ഇരകളുടെ മൊഴികളും നിർണായകമായി. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. അറസ്റ്റിലായ 2 പേരെയും കോടതി 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കൂട്ടബലാത്സംഗത്തിനിരയായ യുവതികളുടെ ആരോഗ്യനില മെച്ചപ്പെട്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഇവർക്ക് കൗൺസിലിംഗ് നൽകുന്നുണ്ട്. വിഷയത്തിൽ ഇസ്രായേലി എംബസി ഇടപെട്ടിട്ടുണ്ട്. യുവതിക്ക് സഹായവുമായി എംബസി ഉദ്യോഗസ്ഥർ എത്തി. വ്യാഴാഴ്ച രാത്രിയാണ് ഹംപിക്കടുത്ത് സനാപൂർ തടാകത്തിന് സമീപം ഇസ്രായേലി വിനോദസഞ്ചാരിയും ഹോം സ്റ്റേ ഉടമയും കൂട്ടബലാത്സംഗത്തിനിരയായത്. ഒപ്പമുണ്ടായിരുന്ന 3 പുരുഷന്മാരെ ആക്രമിച്ച ശേഷമാണ് സംഘം യുവതികളെ ബലാത്സംഗത്തിനിരയാക്കിയത്. അക്രമികൾ കനാലിലേക്ക് തള്ളിയിട്ട പുരുഷന്മാരിൽ ഒരാൾ മരിച്ചിരുന്നു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. പോലീസ് പട്രോൾ ഇനി പരിശോധിക്കുന്നത് കോട്ടയം ഈരാറ്റുപേട്ടയിൽ നിന്ന് വൻ സ്ഫോടക വസ്തു ശേഖരം പിടികൂടിയ കേസാണ്. ഈരാറ്റുപേട്ട നടക്കലിലെ ഗോഡൌണിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തത്. ഈരാറ്റുപേട്ട സ്വദേശി ഷിബിലിയും സംഘവും വാടകയ്ക്കെടുത്ത കെട്ടിടത്തിൽ നിന്നാണ് ഡിറ്റനേറ്ററുകളും ജലാറ്റിൻ സ്റ്റിക്കുകളും ഉൾപ്പെടെ കണ്ടെടുത്തത്. കഴിഞ്ഞ ദിവസം കട്ടപ്പനയിൽ സ്ഫോടക വസ്തുക്കളുമായി സഞ്ചരിച്ചിരുന്ന ഷിബിലിയെയും സംഘത്തെയും പോലീസ് പിടികൂടിയിരുന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് ഈരാറ്റുപേട്ടയിലും സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന വിവരം ലഭിച്ചത്. ഇതോടെ പോലീസ് സംഘം ഈരാറ്റുപേട്ട നടക്കൽ കുഴിവേലിൽ റോഡിലെ വാടക കെട്ടിടത്തിൽ പരിശോധന നടത്തുകയായിരുന്നു. ഇവിടെ നിന്ന് ഡിറ്റനേറ്ററുകളും ജലാറ്റിൻ സ്റ്റിക്കുകളും എയർഗണ്ണും ഉൾപ്പെടെ പോലീസ് കണ്ടെടുത്തു. ഷിബിലിക്ക് സ്ഫോടക വസ്തുക്കൾ കൈമാറിയിരുന്ന തീക്കോയ് സ്വദേശി മുഹമ്മദ് ഫാസലിനെയും കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. അനധികൃതമായി പ്രവർത്തിക്കുന്ന പാറമടകൾക്ക് നൽകാനാണ് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നതെന്നാണ് പ്രതികൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനം. ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് റെയ്ഡ് നടത്തിയത്. നേരത്തെ വണ്ടൻമേട് പോലീസായിരുന്നു പ്രതികളെ പിടികൂടിയത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ആറ്റുകാൽ ഉത്സവത്തിനിടെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ CPM കൗൺസിലർ മർദ്ദിച്ചുവെന്ന പരാതിയിൽ വിവാദം. കൗൺസിലർ ഉണ്ണികൃഷ്ണനെതിരെ ഫോർട്ട് പോലീസ് കേസെടുത്തു. മാവേലിക്കരയിൽ 450 ഗ്രാം കഞ്ചാവുമായി യുവാവ് പിടിയിൽ. പള്ളിപ്പാട് കോട്ടമുറി റോഡിൽ നിന്ന് പിടിയിലായത് പ്രായിക്കര സ്വദേശി ജെയിംസ് ജോർജ്. തവനൂർ സെൻട്രൽ ജയിലിൽ ശുചിമുറിയിൽ ഒളിപ്പിച്ച നിലയിൽ 3 മൊബൈൽ ഫോണുകൾ പിടികൂടി. തടവുകാരായ സനിൽകുമാർ, മുഹമ്മദ് ഷാഫി, രഞ്ജിത്ത് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു. മുംബൈയിൽ നിന്ന് തിരിച്ചെത്തിയ താനൂർ സ്വദേശികളായ പെൺകുട്ടികളെ കുടുംബത്തോടൊപ്പം വിട്ടയച്ചില്ല. കൗൺസിലിംഗ് വേണമെന്ന് ബോധ്യപ്പെട്ടതോടെ 2 പേരെയും റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് മാറ്റി. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലെ വീടുകൾ ഒരു കാലത്ത് സ്വർഗതുല്യമായിരുന്നു. ഭാര്യയും ഭർത്താവും മക്കളും ബന്ധുക്കളുമെല്ലാം ഒന്നിച്ചുള്ള കൂട്ടുകുടുംബങ്ങൾ. കാലം മാറി അണുകുടുംബങ്ങളായപ്പോൾ പല വീടുകളും നരകതുല്യമായി. വിവാഹേതര ബന്ധങ്ങളും സംശയരോഗവും കുടുംബങ്ങളെ കലാപകലുഷിതമാക്കി. വിവാഹമോചന കേസുകളുടെ എണ്ണം വർദ്ധിച്ചു. അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നത്തിൽ അനാഥരാക്കപ്പെട്ട കുട്ടികൾ നൊമ്പര കാഴ്ചയായി.
കുടുംബങ്ങളിലെ കൂട്ട ആത്മഹത്യയും കൂട്ടക്കൊലപാതകവും അക്രമങ്ങളും നിത്യസംഭവങ്ങളായി. എറണാകുളം പറവൂരിൽ ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസാണ് ഇതിലൊടുവിലത്തേത്. പറവൂർ സ്വദേശി പ്രശാന്ത് ഭാര്യ നവിതയെ വീടിന് പിന്നിൽ ഒളിച്ചിരുന്ന് ആക്രമിക്കുകയായിരുന്നു. ഏതാനും നാളുകളായി അകന്നു കഴിയുകയായിരുന്ന ഭാര്യ വിവാഹമോചനത്തിന് നോട്ടീസ് നൽകിയതാണ് പ്രകോപന കാരണം. നിങ്ങൾക്കൊന്നിച്ച് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ പരസ്പര സമ്മതത്തോടെ വേർപിരിയുന്നതല്ലേ നല്ലത്. വിവാഹബന്ധം വേർപെടുത്തിയ ശേഷം നല്ല സുഹൃത്തുക്കളെപ്പോലെ ജീവിക്കുന്നവരെ മാതൃകകളാക്കും. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.